എത്തിയില്ലേ? എല്ലാവരും ഉണ്ടോ? ഓക്കെ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ 9th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പം എല്ലാവരും ഇന്ന് ഫ്രൈഡേ ആണല്ലേ? അപ്പോൾ 1 വീക്ക് എല്ലാവരും സ്കൂളിലൊക്കെ പോയി ടയേർഡായി നിൽക്കുവാണോ? ആണോ? ആരും മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ? എല്ലാവരും ടയേർഡായിട്ടിരിക്കുവാന്നോ? ഓക്കെ, കുഴപ്പമില്ല. നാളെ സാറ്റർഡേ സൺഡേ 2 ദിവസം ഉണ്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇന്ന് ഒരു മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി പഠിക്കുകയാണ്, ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണ്. സോ എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് നമുക്കൊരു ചാപ്റ്റർ അല്ലേ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ? ഫിസിക്സിലെ 9th സ്റ്റാൻഡേർഡിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഈ ഒരു ക്ലാസ്സോടെ ഫുൾ കംപ്ലീറ്റ് പഠിച്ചെടുക്കുകയാണ് അല്ലേ? ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കണ്ടേ? നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും എന്താണ്, നമ്മളിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ എന്താ, നമ്മൾ തലയിൽ കയറുമോ? ഇല്ല അല്ലേ? നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് എന്താ, ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്ന് നമ്മൾ പിന്നെയും പഠിക്കേണ്ടി വരും, നമുക്കത് മനസ്സിലാവില്ല അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം? നല്ലോണം കണ്ടൻറ്റ് മനസ്സിലാക്കി അല്ലേ? ബൈ ഹാർട്ട് അല്ലാതെ നല്ലോണം മനസ്സിലാക്കി പഠിക്കണ്ടേ? അപ്പോൾ ഇന്ന് നമുക്ക് കണ്ടൻറ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാം. അതാകുമ്പോൾ എന്താ, നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി പോരെ? ഓക്കെ. സോ നമുക്ക് ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പോകുന്നത്? ഓക്കെ, അത് മിസ് ഒന്ന് പറയാം, നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നതെന്ന്. ഓൾറൈറ്റ്, എല്ലാവരും ഉഷാറല്ലേ? ഓക്കെ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം കുറച്ച് മക്കളെങ്കിലും റിഫ്രാക്ഷൻ കേട്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് മൊത്തം പഠിച്ചെടുക്കാം. ഓൾറൈറ്റ്. സോ നമ്മൾ ആദ്യം തന്നെ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിക്കും. ഓക്കെ, റിഫ്രാക്ഷന് ശേഷം നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, നമ്മൾ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് പഠിക്കുന്നു. പിന്നീട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സിമിലർ ആയിട്ടുള്ള ടേംസ് ആണ്, കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഈ 5 ടോപ്പിക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ടോപ്പിക്സ് ആണ്. അല്ല, ഒക്കെ ചെറിയ പോയിന്റ്സ് മാത്രമേ ഈ ടോപ്പിക്കിലുള്ളൂ. ഓക്കെ. സോ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് സ്ലാബ്. ഗ്ലാസ് ലാബ് ചിലപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിലുണ്ടാവുന്ന റിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നീട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അതുപോലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ, അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷനും, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു സംശയമില്ലല്ലോ? എല്ലാവരും ഇല്ലേ? ഓക്കെ. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള റിഫ്രാക്ഷൻ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റിഫ്രാക്ഷൻ. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കുളത്തിൻ്റെയോ പുഴേൻ്റെയോ ഒക്കെ അടുത്ത് പോയി ഇതുപോലെ മീൻ ചൂണ്ടയിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പോട്ടെ, മീൻ പിടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഏതെങ്കിലും കുളത്തിൻ്റെയോ പുഴേൻ്റെയോ ഒക്കെ അടുത്ത് പോയി ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്ത് അതിലേക്ക് ഡയറക്റ്റ് കല്ലെറിയാൻ ശ്രമിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ വിചാരിച്ച പോയിന്റിൽ നമുക്ക് എറിയാൻ പറ്റുമോ? നമുക്ക് അവിടെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റൂടാ? ഇല്ല, ചില സമയത്ത് എന്താവും, മാറിപ്പോകും അല്ലേ? ഇപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇപ്പം നമ്മൾ ഫിഷ് എവിടെയാണുള്ളത്? ആക്ച്വലി നമ്മൾ ഫിഷ് ഇവിടെയാണുള്ളത്. എന്നാൽ നമ്മുടെ മാൻ അല്ലെങ്കിൽ നമ്മൾ ഫിഷർമാൻ അല്ല ആരും ആവട്ടെ, നമ്മുടെ പയ്യൻ എന്താ വിചാരിക്കുന്നത്? ഫിഷ് ഇവിടെയാണുള്ളത്, ഫിഷ് എപ്പിയേഴ്സ് ഹിയർ. ഓക്കെ, നമ്മൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ജസ്റ്റ് ഇമേജിൻ, നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിലേക്ക് നിങ്ങളൊരു കോയിൻ ഇടുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ കോയിൻ എവിടെയാണെന്ന് കാണുന്നോ അതേ പൊസിഷനിലായിരിക്കുമോ കോയിൻ ഉണ്ടാവുക? അല്ല, ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെ പറയും. ഓക്കെ, സോ നമുക്ക് എന്താണ് റിഫ്രാക്ഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. സോ നമുക്ക് റിഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് മക്കളെ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? എന്തായിരുന്നു റിഫ്ലക്ഷൻ? നമുക്കറിയാം, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ടോർച്ച് ഇതുപോലെ ഒരു മിററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡ് ഒബ്ജക്റ്റ്, ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ്, ഓക്കെ, ജസ്റ്റ് ഇമേജിൻ മിറർ തന്നെ ആയിക്കോട്ടെ. അപ്പം നിങ്ങളൊരു കണ്ണാടീൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു ടോർച്ചിനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് കണ്ണാടിയിൽ സ്ട്രൈക്ക് ചെയ്ത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് കാണാൻ പറ്റില്ലേ? സോ ദിസ് ഇസ് നോൺ ആസ് വാട്ട്? റിഫ്ലക്ഷൻ. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലക്ഷൻ? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഓൺ സ്ട്രൈക്കിങ് എ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് തട്ടി ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക് റിഫ്ലക്ഷൻ അല്ല, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ടോർച്ച് ലൈറ്റ് നമ്മൾ അടിച്ചത് എവിടെയാണ്? ഈ മിററിലേക്കാണ്. ജസ്റ്റ് ഇമേജിൻ നമ്മൾ മിററിന് പകരം നമ്മളിവിടെ ഒരു എന്താ ഒരു 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 വാട്ടർ എടുത്തു, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു റെക്റ്റാങ്കുലർ കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തെന്ന് വിചാരിക്കുക. അതിലേക്കാണ് ഞാൻ ടോർച്ച് ലൈറ്റ് അടിക്കുന്നത് എങ്കിൽ ലൈറ്റ് ഇതുപോലെ ബൗൺസ് ബാക്ക് ചെയ്യോടാ? ഇല്ല. ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഇമേജിൻ ഇതിപ്പോൾ LED ലൈറ്റാണ്, ലേസർ ലൈറ്റാണ്, ഇതൊരു ടോർച്ച് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. പോട്ടെ, എനി സോഴ്സ് ഓഫ് ലൈറ്റ്. ഇത് നിങ്ങൾ ഒരു വാട്ടർ സർഫസിലേക്ക്, ഇതിപ്പോൾ ഒരു കണ്ടെയ്നറാണ്, കണ്ടെയ്നറിൽ എന്താ വെള്ളം എടുത്തിട്ടുണ്ട് അല്ലേ? ഒരു റെക്റ്റാങ്കുലർ കണ്ടെയ്നറിൽ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ എന്താണ് അടിക്കുന്നത്? ഈ വെള്ളത്തിലേക്ക് നമ്മളൊരു ലൈറ്റ് റേ പാസ് ചെയ്യാണ് എങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്യുമോ? ഇല്ല, ബൗൺസ് ബാക്ക് ചെയ്യില്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുക? അത് പാസ് ചെയ്തു പോവില്ലേ? ഓഫ് കോഴ്സ് പാസ് ചെയ്തു പോവും. എന്നാൽ നമ്മൾ ഈ വരച്ചതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണോ പാസ് ചെയ്തു പോകുന്നത്? അല്ല, അത് ബെൻഡ് ചെയ്തു അല്ലേ? ലൈറ്റ് റേ ഇങ്ങനെ വന്നു, അപ്പോൾ അത് പാസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ലൈറ്റ് എങ്ങനെയാണ് പാസ് ചെയ്ത് പോകേണ്ടത്? സ്ട്രെയിറ്റ് ലൈനിൽ പോകണം. എന്നാൽ വാട്ടറിൻ്റെ സർഫസിൽ വെച്ചിട്ട് ലൈറ്റ് എന്തായി? ബെൻഡ് ചെയ്തു അല്ലേ? സോ ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് വാട്ട്? റിഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഈ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് റിഫ്രാക്ഷൻ ഡിഫൈൻ ചെയ്യാം, നമുക്കൊരു പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്താണ് റിഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ദി ബെൻഡിങ് ഓഫ് ലൈറ്റ് ഓൺ ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ മീഡിയം? എന്താണ് മീഡിയം? നമ്മൾ ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? എയർ ആണ് അല്ലേ? എയറിലാണ് നമ്മളെ ടോർച്ച് ലൈറ്റ് ഉള്ളത്, നമ്മൾ അറ്റ്മോസ്ഫിയറിലാണ്. അവിടെ ചുറ്റുമുള്ളത് എന്താണ്? എയർ ആണ്. അപ്പോൾ ലൈറ്റ് ഇവിടെ ട്രാവൽ ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു, ബൗൺസ് ബാക്ക് ചെയ്തു, ഒക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? എയറിൽ തന്നെയാണ്. മീഡിയം എയർ തന്നെയാണ് അല്ലേ? സറൗണ്ടിങ്സ് മൊത്തം എയർ തന്നെയാണ് അല്ലേ? ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് അല്ലെ മിററിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയോ? ഇല്ല. ഇനി സെക്കൻഡ് കേസിൽ എന്താണ്? നമുക്കറിയാം ലൈറ്റ് റേ വരുന്നത് ഇവിടുന്നാണ്, എയറിന്ന് തന്നെയാണ്. എന്നാൽ അത് പാസ് ചെയ്ത് പോകുന്നതോ വാട്ടറിലേക്കാണ് അല്ലേ? ഇപ്പം എയറിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ പാസ് ചെയ്ത് പോയത് എങ്ങോട്ടേക്കാണ്? വാട്ടറിലേക്കാണ്. ഇതൊരു മീഡിയം ആണെങ്കിൽ ഇത് മറ്റൊരു മീഡിയമാണ്. മീഡിയം ചേഞ്ച് ചെയ്തു അല്ലേ? മീഡിയം ചേഞ്ച് ചെയ്തപ്പോഴല്ലേ ബെൻഡിങ് സംഭവിച്ചത്. സോ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? വാട്ട് ഈസ് റിഫ്രാക്ഷൻ? ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് ബെൻഡിങ് സംഭവിക്കുന്നു അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കത് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. നമുക്ക് ഇനിയും നോക്കാം. നെക്സ്റ്റ്, ഇനി നമുക്കൊരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലേ? യെസ് മാം. ഓക്കെ, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കൊരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് ടേക്ക് എ ട്രാൻസ്പെറൻറ്റ് റഫ് ആൻഡ് ഫിൽ 3/4 വിത്ത് വാട്ടർ. ട്രാൻസ്പെറൻറ്റ് റഫ് പോട്ടെ, നമ്മളൊരു റെക്റ്റാങ്കുലർ കണ്ടെയ്നർ എടുത്തു. റെക്റ്റാങ്കുലർ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ആഡ് 2 to 3 drops of milk into the water and stir gently to mix. Fill the remaining top space inside the trough with smoke. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ മിൽക്ക് അല്ലേ? ഒരു കാര്യമില്ലാണ്ട് നമ്മൾ ഫിസിക്സിൽ എന്തിനാണ് ഈ മിൽക്കിനെ കൊണ്ടുവന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്തിനാണ് നമ്മളിവിടെ മിൽക്കിനെ കൊണ്ടുവന്നത്? പറയാം. മിൽക്ക് അതുപോലെ തന്നെ ഫിൽ ദ റിമൈനിങ് ടോപ്പ് സ്പേസ് ഇൻസൈഡ് ദ ട്രഫ് വിത്ത് സ്മോക്ക്. ഇപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് മിൽക്കും ചേർക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ബാക്കി ആ കണ്ടെയ്നറിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ എയർ, അവിടെ എന്താ ചേർക്കാൻ പറയുന്നത്? സ്മോക്ക്, പുക ചേർക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? സ്വിച്ച് ഓൺ എ ലേസർ ടോർച്ച് ആൻഡ് ഷൈൻ ദ ലൈറ്റ് ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ട്രഫ് അല്ലെ സൈഡ്സ് ഓഫ് ദി കണ്ടെയ്നർ. പിന്നീട് നമ്മളോട് ഒരു ലേസർ ടോർച്ച് എടുത്തിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് എന്താ ടോർച്ച് ലൈറ്റ് അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലേ? ലേസർ ലൈറ്റ് അടിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുകയെന്നാണ് നമ്മളെ എക്സ്പെരിമെൻറ്റ്. ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞനുജൻ്റെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? ഇപ്പം നമുക്ക് മാർക്കറ്റിൽ 10 രൂപ 20 രൂപക്ക് ഈ ലേസർ ടോർച്ച് കിട്ടുന്നില്ലേ? ലേസർ ലൈറ്റ് കിട്ടുന്നില്ലേ? അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. എന്താ നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്നതല്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്താ നല്ലോണം അവർ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മിൽക്ക് ആഡ് ചെയ്തത്. എന്തിനാണ് മിൽക്ക് ആഡ് ചെയ്തത്? നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ ലൈറ്റിൻ്റെ പാത്താണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റണം.
കാണാൻ പറ്റണമെങ്കിൽ ലൈറ്റിൻ്റെ പാത്ത് ഈ വാട്ടറിലൂടെ നന്നായിട്ട് കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വാട്ടറിലൂടെ, എന്നാലും നമുക്ക് നന്നായിട്ട് കാണണമെങ്കിൽ ഇതിൽ എന്തുണ്ടാവണം? ഇപ്പോൾ പ്യുവർ വാട്ടർ ആകുമ്പോൾ അതിൽ തട്ടി സ്ട്രൈക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പോട്ടെ ഇപ്പം നിങ്ങളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഞാനിവിടുന്ന് സംസാരിക്കുന്നു, നിങ്ങളിത് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട്? നിങ്ങളുടെ ചുറ്റുമുള്ള ഏതൊരു ഒബ്ജക്റ്റ് നോക്കിക്കോ, നിങ്ങൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത് എന്തുകൊണ്ടാണ്? ആ ലൈറ്റ് നമ്മൾ ആ ഒബ്ജക്റ്റിൽ തട്ടി അതെന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഒബ്ജക്റ്റിനെ? നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ ലൈറ്റിൻ്റെ പാത്ത് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ടാവണം? പാർട്ടിക്കിൾസ് ഉണ്ടാവണം. നമുക്കറിയാം മിൽക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡ് അല്ലേ? ഇപ്പം നമ്മൾ ഇതിൽ കുറച്ച് മിൽക്ക് ഡ്രോപ്സ്, കുറച്ച് പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മിൽക്കിൽ എന്തുണ്ട്? പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ ഇല്ലേ? അപ്പം അതിലെന്താണ്? പാർട്ടിക്കിൾസ് വന്നു അല്ലേ? ഈ പാർട്ടിക്കിൾസിൽ നമുക്ക് അതൊക്കെ എന്താ? മോളിക്യൂൾസ് അല്ലെ? പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റ് എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും അല്ലെ? നമുക്ക് ഈ ലേസറിൻ്റെ ലൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേസർ ലൈറ്റ് വാട്ടറിലൂടെ പോകുന്നത് അതിൻ്റെ പാത്തും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോക്ക് ആഡ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോവേണ്ടതാണ് അല്ലേ? നമ്മുടെ ലേസർ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ പോവേണ്ടതാണ്. എന്നാൽ അതങ്ങനെ പോവുമോ? ഇല്ല. എന്ത് സംഭവിക്കും? അത് നമ്മളെ സർഫസിലെത്തി, വാട്ടർ സർഫസിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബെൻഡ് ചെയ്ത് പോവും. ആ ബെൻഡിങ് നമ്മൾ അല്ലേ? ആ ബെൻഡിങ്ങിൻ്റെ റീസൺ എന്താ? ആ ബെൻഡിങ് ഓഫ് ലൈറ്റിൻ്റെ റീസൺ എന്താ? ഒന്ന് പറഞ്ഞേ. എന്താ? ആ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? സോ ഇവിടെ ഒരു മീഡിയമാണ്, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നു. മീഡിയം 1ൽ നിന്ന് 2, എയറിൽ നിന്ന് വാട്ടറിലേക്ക് വന്നു. മീഡിയം ചേഞ്ച് ആയി. അപ്പോൾ എന്തായി? ലൈറ്റ് ബെൻഡായി. സോ ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായി മാറും? ഒബ്ലിക്വലി അല്ലേ? അപ്പോൾ എന്താ? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോർമലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ് എങ്കിൽ എന്തെങ്കിലും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല, ചെയ്തു പോവും. ഓൾറൈറ്റ്, ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? സോ എന്താണ് ഈ രണ്ട് കേസിൽ സംഭവിച്ചിട്ടുള്ളത്? ഫസ്റ്റ് കേസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ലൈറ്റ് നമ്മൾ എന്താ ഒബ്ലിക്വലി അല്ലെങ്കിൽ നമ്മൾ സൈഡ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചു. എന്നാൽ നമ്മളത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ പെർപെൻഡിക്കുലറി പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്ത് പോയി. ഫസ്റ്റ് കേസിൽ എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷൻ സംഭവിച്ചു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ റിഫ്രാക്ഷന് കൊടുത്ത ഡെഫിനിഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൂടെ? എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? റിഫ്രാക്ഷൻ ഈസ് ദി ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ അല്ലേ? നമ്മൾ കൊടുത്ത എന്താ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഈസ് ദി പ്രോസസ് ബൈ റിഫ്രാക്ഷൻ ഈസ് ദി ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ കേസിലും ഒരു മീഡിയം എയർ ആണ്, മറ്റൊരു മീഡിയം വാട്ടർ. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. വേണ്ടേ? എന്തുകൂടി പറയണം? നമ്മൾ ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നാൽ മതിയോ? അല്ല, ചെരിച്ച് വരണം അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു വേർഡ് കൂടി ആഡ് ചെയ്യണം. എന്താണ്? ഒബ്ലിക്വലി. When a ray of light enters obliquely from one medium to another of different optical density, it undergoes deviation at the surface of the separation of the medium. എന്ന് വെച്ചാൽ എന്താ? ഇത് ഭയങ്കര ഡെഫിനിഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, സിമ്പിളാണ്. എന്താ പറയുന്നത്? വെൻ ലൈറ്റ് റേസ് എൻ്റർ ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിന് പകരം ഒന്ന് ചെരിച്ച്, ഒബ്ലിക്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്നു എന്നതിൻ്റെ പകരം, അതായത് വേറെ ഏത് ആംഗിളിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? ഒബ്ലിക്വലി എന്ന് പറയാം. ഓക്കെ, സോ വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എവിടെ നിന്നാണ് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വന്നത് അല്ലേ? നമ്മൾ ഈ ടേം പഠിച്ചില്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമുക്കറിയില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ നമ്മൾ ചാപ്റ്ററിൽ ടോപ്പിക് വൈസ് ആണല്ലേ? ഓക്കെ, സോ optical density എന്താണ്? നമ്മൾ ഡെഫിനിഷൻ എന്താണ്? when a ray of light enters obliquely from one medium to another of different optical density, it undergoes a deviation at the surface of separation of medium.
സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. ഇതല്ലേ നമ്മളെ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷൻ അല്ലേ. മീഡിയത്തിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഇതിനല്ലേ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. ഇവിടെ വെച്ചിട്ടൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു. എങ്ങനെ പോകേണ്ടതാണ് നമ്മുടെ ലൈറ്റ്? നമ്മുടെ ലൈറ്റ് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ പോകേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ഡീവിയേഷൻ സംഭവിച്ചു. ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ പോകുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളെ റിഫ്രാക്ഷൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലോ? സോ എന്താണ് റിഫ്രാക്ഷൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ when a ray of light enters obliquely from one medium to another of different optical density. രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള, ഇപ്പോൾ രണ്ട് മീഡിയം ആണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. രണ്ട് മീഡിയം ആയതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ എന്താ, നമ്മൾ മീഡിയത്തിൻ്റെ സെപ്പറേഷൻ്റെ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ബെൻഡിങ് നടക്കും. ആ ലൈറ്റ് റേ ബെൻഡ് ചെയ്യും. ആ ഫിനോമിനേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പെൻസിലൊക്കെ വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ നിങ്ങളൊരു പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല, ഒന്ന് ഒടിഞ്ഞ പോലെയും വളഞ്ഞതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം അതുകൊണ്ടാണ്. എല്ലാവർക്കും ഒന്ന് മനസ്സിലായാലോ? ഒരു തംസ് അപ്പ് ഇട്ടേ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇപ്പം നമ്മൾ റിഫ്രാക്ഷൻ്റെ ഡെഫിനിഷനിൽ കണ്ടു അല്ലേ, എന്താണ്? ഡിഫറെൻറ്റ് മീഡിയം ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയത്തിൽ അല്ലേ, രണ്ട് മീഡിയത്തിനും രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലേ, എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് മക്കളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? Optical density is a measure of how much a medium slows down light passing through it. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി is a measure of how much a medium slows down light passing through it. എന്ന് വെച്ചാൽ നമ്മളെ ഒരു മീഡിയം എത്രമാത്രം ലൈറ്റ്, അതായത് ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം സ്ലോ ഡൗൺ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡയമണ്ടിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഡയമണ്ട് അതിനെ എത്ര പെട്ടെന്ന് കടത്തിവിടും, അല്ലെങ്കിൽ എത്രമാത്രം അതിനെ സ്ലോ ഡൗൺ ചെയ്യും. അതേ എമൗണ്ടിലായിരിക്കുമോ നമ്മൾ വാട്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുക, പോട്ടെ ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുക? അല്ല, ഓരോ മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴും അതിൻ്റെ എന്ത് വ്യത്യാസമായിരിക്കും? അതിൻ്റെ സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ബാക്കിയൊക്കെ ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് എ മീഡിയം സ്ലോസ് ഡൗൺ ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ഹൗ മച്ച് എ മീഡിയം സ്ലോസ് ഡൗൺ ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. അതിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിനെ അത് എത്രമാത്രം ആ മീഡിയം സ്ലോ ഡൗൺ ചെയ്യും, അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് മീഡിയം ആണുള്ളത്. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം. ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ മാം, വാട്ട് ഈസ് ഡീവിയേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഉള്ള, അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്താ? സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയാണെന്ന് പറയും അല്ലേ. എന്നാൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് ചേഞ്ച് ചെയ്യുന്നു, അതായത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു, അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. സോ പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം അല്ലേ. അപ്പോൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം, ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. Next, the speed of light will be higher in a medium of lower optical density. The speed of light will be higher in a medium of lower optical density. ഇനി ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ടേം അവിടെ വെക്കുക. നിങ്ങൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് മക്കളെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം, ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുള്ള മീഡിയത്തിനാണ് നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിനാണ് നമ്മൾ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ മീഡിയം എത്ര സ്പീഡിലാണ് നമ്മുടെ ലൈറ്റിനെ പാസ് ചെയ്ത് വിടുന്നത്, അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി the speed of light will be lower in a medium of higher optical density. നല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം ആണെങ്കിൽ എന്താ? അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്ലോ ആയിരിക്കും
Okay, lower in a medium of higher optical density. Speed of light, light in the speed. നമുക്കറിയാം ലൈറ്റ് പാസ് ചെയ്യുന്നത് ഒരേ സ്പീഡിലാണോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടിട്ടുണ്ടാവും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എന്തായിരുന്നു ഇത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡാണിത് അല്ലേ? ഇനി എന്നാൽ വാട്ടറിൽ ഇതേ സ്പീഡിലാണോ പോവുക ലൈറ്റ്? പോട്ടെ, ഗ്ലാസ്സിലൂടെ ഇതേ സ്പീഡിലാണോ പോവുക? അല്ലെ വേറെ ഏതെങ്കിലും മെറ്റീരിയലിലൂടെ ഇതേ സ്പീഡിലാണോ പോവുക? അല്ല, മീഡിയം മാറുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ സ്പീഡും ചേഞ്ച് ആവും. ഓക്കെ, സോ നമ്മളെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ. Speed of light will be higher when it is traveling through a lower optic density medium. Optical density കുറഞ്ഞ മീഡിയത്തിലൂടെ പോവുകയാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നെക്സ്റ്റ്, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ എക്സെട്ര. ഇനി ഇതിനെ നിങ്ങളോട് ഞാനതിനെ ഇൻക്രീസിങ് ഓർഡറിലേക്കാക്കി മാറ്റാൻ പറയാം. അഥവാ അറേഞ്ച് ദ മീഡിയം ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്. എങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞത് ഏതിലായിരിക്കും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് ഏതിലാണ്? എയറിലാണ്. അതുപോലെ പിന്നീട് വാട്ടർ, പിന്നെ ഗ്ലാസ്, പിന്നീട് ഡയമണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയത് ഏതിലാണ്? ഡയമണ്ടിലാണ്. അഥവാ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ ഫസ്റ്റ് കേസ് അല്ലേ, ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അതുകൊണ്ട് തന്നെ ഡയമണ്ടിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന, ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഡയമണ്ടിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന അതേ സ്പീഡിലാണോ എയറിലൂടെ പാസ് ചെയ്യുന്നത്? അതേ സ്പീഡിലാണോ വാക്വത്തിലൂടെ പാസ് ചെയ്യുന്നത്? അല്ല, ഡയമണ്ടിലൂടെ സ്പീഡ് കുറവാണ്. എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ഏതിന്? ഡയമണ്ടിന്. ഡയമണ്ടിനേക്കാളും കുറച്ച് കുറവാണ് ഗ്ലാസ്സിന്, പിന്നെ വാട്ടർ, പിന്നെ എയർ. ഓക്കെ, സോ അതാണ് നമ്മൾ അടുത്ത ടേം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അടുത്ത സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. ഇത് നിങ്ങൾ എല്ലാ മീഡിയത്തിൻ്റെയും നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കണമെന്നില്ല. പക്ഷേ ഈ 4 എണ്ണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ SSCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മക്കളെല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, എയർ എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാട്ടറിൻ്റെ കേസിൽ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. കുറഞ്ഞില്ലേ? ഗ്ലാസ് ആണെങ്കിൽ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമണ്ടിലേക്ക് വരുമ്പോൾ എന്താ? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് എന്താണിത്? സ്പീഡ്. എന്തിൻ്റെ സ്പീഡ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം. ഓരോ മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യുമ്പോഴുള്ള നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടേം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പഠിച്ചു അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റീൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് അല്ലേ? നമുക്ക് അതിനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് രണ്ടും 2 ടേം ആണ്, പക്ഷേ ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഓക്കെ, നമുക്ക് അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലായിരിക്കും. അതുപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞൊരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് എ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. അപ്പം നമ്മൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം എന്താ? നമുക്കിത് യൂസ് ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇതേപോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു മീഡിയം തന്നിട്ട് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ട് പറയും അതിലൂടെ ലൈറ്റ് എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. സിമ്പിളാണ് അല്ലേ? അത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്താണ് നമ്മളെ ഇക്വേഷൻ? N = C/V. N എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. C എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. V is the speed of light in the medium. ഓക്കെ, സോ നമ്മൾ ഓർത്ത് വെക്കുക, N = C/V. സിമ്പിൾ അല്ലേ? N എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. C എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. V എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി ഗിവൺ മീഡിയം. നമുക്ക് തന്നിട്ടുള്ള മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താണ്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്താണ് ഡൗട്ടുള്ളവർ ചോദിച്ചോ? ഓക്കെ, ദിസ് ഈസ് മൈ ഡ്രാഗൺ. ഓക്കെ, നിങ്ങൾ പല പേരുകളിലാണല്ലോ ഉള്ളത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ.
ഓക്കെ, അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n = c/v. n എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇനി നമുക്ക് ഇത് കണ്ടുകൂടെ? എയറിൽ എന്താ സ്പീഡ് ഓഫ് ലൈറ്റ്? എയറിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ? 3 × 10⁸ m/s ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ എങ്ങനെയാണ്? ഓക്കെ, ഓക്കെ, സോ നമ്മൾക്ക് അപ്പം നമുക്ക് ഇത് നിങ്ങൾ SCRT തന്നിട്ടുള്ളൊരു ടേബിളാണ്. നമുക്ക് നോക്കാം എന്താണ്. എയറിൽ നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 × 10⁸ m/s. നമ്മളോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറയാം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? എങ്ങനെയാ? n = c/v. 3 × 10⁸. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ? n = c/v. ഇതിൽ വാക്വത്തിൻ്റെ നമുക്ക് ബൈ ഹാർട്ടായിട്ട് അറിയണം. വാക്വത്തിൻ്റെ സി നിങ്ങൾ പഠിച്ചു വെക്കണം. സിയുടെ വാല്യൂ അഥവാ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ എന്താ? 3 × 10⁸ m/s അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എന്താക്കണം? ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ സിയുടെ വാല്യൂ നമുക്കറിയാം, അതാണ് 3 × 10⁸ m/s. എങ്കിൽ വി ആണ് കാണേണ്ടത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ നമുക്ക് തന്നിട്ടുണ്ട് 3 × 10⁸. എഗെയിൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 10⁸ ഡിവൈഡഡ് ബൈ 3 × 10⁸. അപ്പം എന്ത് വരും? ആൻസർ ഇസ് 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1. നെക്സ്റ്റ് ഗ്ലാസിൻ്റെ കേസിൽ 2 × 10. മാം, വേർ വിൽ പ്ലാസ്റ്റിക് ഫിറ്റ് ഇൻ? ഓക്കെ, പ്ലാസ്റ്റിക് ഇതിലേക്ക് വരുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല, അതിൽ ബൗൺസ് ബാക്ക് ചെയ്യും. റിഫ്ലക്ഷൻ അല്ലേ സംഭവിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഗ്ലാസിൻ്റെ കേസിൽ എന്താ? n = c/v. n = c/v ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാ? ഒന്നെല്ലാവരും ഗ്ലാസിൻ്റെ ഒറ്റയ്ക്ക് ചെയ്തേ. ഒന്നൊറ്റയ്ക്ക് ചെയ്ത് നോക്കിക്കേ. ഗ്ലാസിൻ്റെ കേസിൽ എത്രയായിരിക്കും ആൻസർ വരിക? ഗ്ലാസിൻ്റെ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? n ആണ്. n = c/v ആണ്. സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ ആണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പീഡാണ്, സ്പീഡ് ഓഫ് ലൈറ്റ്. ഗ്ലാസിൻ്റെ കേസിൽ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് 2 × 10⁸ ആണല്ലേ? 2 × 10⁸. അപ്പം 2 × 10⁸. അപ്പം നമുക്കിത് രണ്ടും കട്ട് ചെയ്ത് പോകും. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.5 അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? 1.5. അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.5. ഓക്കെ, അടുത്ത ഇൻ ദ കേസ് ഓഫ് ഡയമണ്ട്, വാട്ടർ, എയർ ആൻഡ് ഓൾ ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, എന്താ ഡൗട്ട് ഉള്ളത് ചോദിക്കൂ, മെസ്സേജ് ഇടൂ, ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഡയമണ്ടിൻ്റെ കേസിലും വാട്ടറിൻ്റെയും എയറിൻ്റെയും കേസിലൊക്കെ സെയിം ആയിരിക്കുമോ? അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വാട്ടറിൻ്റെ കേസിൽ എന്താണ്? എഗെയിൻ n = c/v. n = c/v ചെയ്യാം. ഓക്കെ, കളർ മാറ്റാം. സി എന്താ? 3 × 10⁸ ആണ്. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.25 × 10⁸ സംതിങ് അല്ലേ? അപ്പോൾ 3/2.25 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.33 സംതിങ് കിട്ടും അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1.33. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ് n = c/v. n = c/v. നെക്സ്റ്റ്, ഇനി നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്തുകൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് 2. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 2 ആണെന്ന്. ജസ്റ്റ് ഇമേജിൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? n അല്ലേ? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? നമ്മളൊരു ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. n = c/v. ഇതിൽ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? 3 × 10⁸ m/s. വി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ദി മീഡിയം. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഇസ് 2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 2 തന്നിട്ടുണ്ട്. n = 2. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? അപ്പം നമ്മൾ വി ആണ് കാണേണ്ടത് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്. ആ മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് വി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം 3 × 10⁸ m/s ആണ്. വി നമുക്കറിയില്ല, നമ്മൾ വീനെ വി ആയിട്ട് എടുക്കുന്നു. ഇനി നിങ്ങൾ മാത്സ് ചെയ്യുന്നതല്ലേ? വീനെ നമ്മൾ LHSലേക്ക് കൊണ്ടുവന്നു. അതുപോലെ 2നെ LHSലുള്ള 2നെ നമ്മൾ RHSലേക്ക് കൊണ്ടുവരുമ്പോൾ × 2 എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവും അല്ലേ? അപ്പോൾ അതെന്താവും? V = 3 × 10⁸ ഡിവൈഡഡ് ബൈ 2 കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ ഇത് അല്ലേ? 3/2 എന്താണ്? 3/2 1.5 ആണ്. അപ്പോൾ 1.5 × 10⁸. മക്കളെ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്?
എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? നെക്സ്റ്റ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എല്ലാവരും ഇതൊന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എങ്ങനെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ? എങ്ങനെയാ? നമ്മുടെ ഇക്വേഷൻ തന്നെ നോക്കിയാൽ പോരെ. N=C/V. സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി how is speed of light എന്നല്ലേ ചോദിച്ചത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് ഗിവൺ മീഡിയം. അപ്പോൾ എന്താണത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അഥവാ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും? കുറയും. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. ഓൾറൈറ്റ്, നെക്സ്റ്റ്, ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സെയിം? ആണോ? ആണോ? ഒന്ന് നോക്കിക്കേ. ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സെയിം? അപ്പം എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് പറ, നിങ്ങൾ പറ. ഇത് എന്തായിരിക്കും വ്യത്യാസം? നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സെയിം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെയിം ആയിട്ടുള്ള സിറ്റുവേഷൻ. അതായത് ഇപ്പം ഞാൻ വരക്കാം. ഓക്കെ, ഒന്നാമത്തെ കേസിൽ എന്താ? വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോവാണ്. സെക്കൻഡ് കേസിൽ എന്താ? വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോവാണ്, വാട്ടർ ടു എയർ. ഇനി വേറെന്താ പറയുന്നത്? ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് when it enters from air to water and from water to air when the angle of incidence is same. Angle of incidence സെയിം ആവുന്ന കേസിൽ ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറേ ടേംസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താ, റിഫ്ലക്ഷൻ എന്താ, അതുപോലെ എന്താണ് നോർമൽ, അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളെ ഓക്കെ, ഇതാണ് നമ്മുടെ മീഡിയത്തിൻ്റെ മീഡിയം ഓഫ് സെപ്പറേഷൻ. ഓക്കെ, മുകളിൽ എയർ ആണ്, വാട്ടർ ആണ് എങ്കിൽ ഈ സർഫസിന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇതെന്താണ്? ഇതാണ് അതിൻ്റെ നോർമൽ അല്ലേ? റിഫ്ലക്ഷൻ്റെ കേസിലും സെയിം ഇങ്ങനെ തന്നെ അല്ലേ? നമ്മൾ ആ സർഫസിന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി, അതിൻ്റെ നോർമൽ അല്ലേ? ഇനി ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഒക്കെ റിഫ്ലക്ഷൻ്റെ കേസിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തായിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഒബ്ജക്റ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലേ? അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റേ എങ്കിൽ, ഇതാണ് നമ്മുടെ റേ എങ്കിൽ, ലൈറ്റ് റേ എങ്കിൽ ഇതെന്താ? ഇതാണ് നമ്മളെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഓർമ്മയില്ലേ? ഇതാണ് നമ്മളെ ഇൻസിഡൻറ്റ് റേ. ഇനി അത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. എന്നാൽ ഇത് അതിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും അല്ലേ? ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. അത് ഇതിലൂടെ എന്താ സ്ട്രെയിറ്റ് ലൈനിൽ പോവോ? ഇല്ല, അതൊന്ന് ബെൻഡ് ചെയ്ത് പോവുക. ഈ റേ ആണ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇനി ആംഗിൾ വരുന്നത് എവിടെയാണ്? നമ്മൾ നോർമലിൻ്റെയും ഇൻസിഡൻറ്റ് റേൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്നാൽ നമ്മുടെ നോർമലിൻ്റെയും റിഫ്രാക്റ്റഡ്, റിഫ്ലക്ഷൻ അല്ല, ഇത് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ? റിഫ്ലക്ഷൻ ആയിരുന്നു. ഇത് എന്തായി? ബെൻഡ് ചെയ്ത് പോയി അല്ലേ? ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ബെൻഡ് ചെയ്ത് പോയി എങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതാണ് നമ്മളെ റിഫ്രാക്റ്റഡ് റേ. ഈ റിഫ്രാക്റ്റഡ് റേൻ്റെയും നോർമലിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ് എന്താ? റിഫ്രാക്റ്റഡ് ആംഗിൾ. അപ്പോൾ നമ്മളോട് ജസ്റ്റ് ഇമേജ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് രണ്ടിൻ്റെ കേസിലും സെയിം ആണെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിലും വരക്കാം. ഇതിപ്പം ജസ്റ്റ് ഇമേജിൻ്റെ ഒരു 30 ഡിഗ്രി ആണെന്ന് നിങ്ങൾ ഇമേജിൻ ചെയ്യാം, 30 ഡിഗ്രി. അതുപോലെ ഞാൻ വാട്ടറിൻ്റെ കേസിലും 30 ഡിഗ്രിയിൽ വരക്കാം. ഓക്കെ, വാട്ടറിൻ്റെ കേസിലും ഒരു 30 ഡിഗ്രിയിൽ, ഓക്കെ, വാട്ടറിൻ്റെ കേസിലും ഒരു 30 ഡിഗ്രിയിൽ വരികയാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സെയിം ആവോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സെയിം ആവോ? ഒന്ന് പറഞ്ഞേ, സെയിം ആവോ? ബോത്ത് ആർ ഡിഫറെൻറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ബോത്ത് ആർ ഡിഫറെൻറ്റ് അല്ലേ? ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഇവിടെ ഇപ്പോൾ 30 ഡിഗ്രി ആണ് എങ്കിൽ യെസ്,
30 ഡിഗ്രി ആണ് എങ്കിൽ അത് റിഫ്രാക്റ്റ് ചെയ്യുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾ സെയിം ആയിരിക്കോ? അല്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് കേസിൻ്റെയും എന്താ ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും, അതായത് ഫസ്റ്റ് കേസിൽ ഇൻസിഡൻറ്റ് ആംഗിൾ വന്നു റിഫ്രാക്റ്റ് ചെയ്ത് പോയി അല്ലേ. ഇവിടെ എയർ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയമാണ്, അതുപോലെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയമാണ് അല്ലേ. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വരുന്നത്. അപ്പോൾ ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ ലൈറ്റ് റേ നോർമലിൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, നോർമലിൻ്റെ അടുത്തേക്ക് വരും അല്ലേ. ഒന്ന് പറഞ്ഞേ, ആണോടാ? ഒന്ന് പറഞ്ഞേ. യെസ്, നോർമലിൽ നിന്ന് എവേ ഫ്രം നോർമൽ ആണോ ടുവേർഡ്സ് ദ നോർമൽ ആണോ? ഇതല്ലേ നമ്മുടെ നോർമൽ അല്ലേ, ഇതല്ലേ നമ്മുടെ നോർമൽ. സോ ഇൻസിഡൻറ്റ് നമ്മൾ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടേം ഒന്ന് ഓർത്ത് നോക്കിക്കേ. എയർ എന്താ? ഒപ്റ്റിക്കലി ഡെൻസ്. എയറും വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? എയറിനാണോ വാട്ടറിനാണോ? ഓഫ് കോഴ്സ് വാട്ടറിനാണ് അല്ലേ. എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ വാട്ടറിനാണ്. അപ്പം നമുക്കതിവിടെ എഴുതി വെക്കാം. എയർ എന്ന് പറയുന്നത് എന്താ? റെയറാണ്, റെയറർ മീഡിയമാണ്. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസർ മീഡിയമാണ്. അപ്പോൾ ഒരു ലൈറ്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ അല്ലേ. യെസ്, പറഞ്ഞേ. ലൈറ്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ കംസ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ സെക്കൻഡ് കേസിൽ ഇവിടെ എന്താ? വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ് വാട്ടർ എന്ന് പറയുന്നത്. എയർ എന്ന് പറയുന്നത് എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, റെയറർ മീഡിയമാണ് അല്ലേ. വാട്ടർ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നത് അല്ലേ. സംശയമുണ്ടോ? അപ്പം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പം എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദി നോർമൽ. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലൈറ്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. അഥവാ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കൂടിയ, എന്ത് ഡെൻസിറ്റി? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് പോകുന്നത് ലൈറ്റ് റേ പോകുന്നത് എങ്കിൽ എന്താ? ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി സെക്കൻഡ് കേസിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമലും, ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മിസ് പറഞ്ഞാൽ മാറിപ്പോയിട്ടുണ്ടോ? എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന്, കൂടിയത് മീൻസ് വാട്ടർ. ഇപ്പോൾ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് വാട്ടർ ആണ്. ഇനി ഡയമണ്ട് വരികയാണെങ്കിലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഏതാണ്? ഡയമണ്ട് ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് ഒരു ദൂരേക്ക് പോയിട്ടാണ്, അല്ലെങ്കിൽ നോർമലിൻ്റെ അടുത്തേക്ക് വരില്ല. ഇതെങ്ങനെയാണ് ശരിക്കും എങ്ങനെയാണ് പോകേണ്ടത്? റിഫ്രാക്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, റിഫ്രാക്ഷൻ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് റേ പോകേണ്ടത് ഇങ്ങനെയാണ് അല്ലേ. യെസ്, പക്ഷേങ്കിൽ എന്താ അങ്ങനെ പോവോ? ഇല്ല. ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് എവേ ആയിട്ടാണ് പോകുന്നത്. സെക്കൻഡ് കേസിൽ എന്താ? നമ്മൾ റേ പോകേണ്ടത് ശരിക്കും എങ്ങനെയാണ് പോകേണ്ടത്? റിഫ്രാക്ഷൻ സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകേണ്ടത്. എന്നാൽ നമ്മൾ റെയറർ മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് വരുന്നത്. കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും നമ്മുടെ റേ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെൻഡിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മാറിപ്പോവരുത്, ഓർത്ത് വെക്കുക. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? പാർത്തൻ, അമൽ, എന്തെങ്കിലും സംശയമുണ്ടോ? ഡെൻസർ ടു റെയറർ എന്താ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്താ? എവേ ഫ്രം നോർമൽ ആയിരിക്കും. അതുപോലെ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ടുവേർഡ്സ് ദി നോർമൽ ആയിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം അല്ലേ. ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദ നോർമൽ. അതുപോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ, ഈ ഒരു ടേബിള് ഇത് ഇപ്പോൾ മിസ് പിന്നെയും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക. എന്താ? ഡെൻസർ ടു റെയർ ആണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ. എവേ ഫ്രം ദ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നോർമൽ എങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ എങ്കിൽ എന്താ? എവേ ഫ്രം ദ നോർമൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്നതിനേക്കാളും എവേ ഫ്രം ദ നോർമൽ ഫസ്റ്റ് കേസിൽ. ഇനി റെയറർ ടു ഡെൻസർ ആണെങ്കിൽ എന്താ? ടുവേർഡ്സ് ദ നോർമൽ, നോർമലിൻ്റെ അടുത്തേക്ക്, നോർമലിൽ നിന്ന് അടുത്തേക്ക് അല്ലേ, നോർമലിൻ്റെ അടുത്തേക്കായിട്ട് പോകും. ഓക്കെ, സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് റിഫ്രാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ? യെസ്, ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ളൊരു ടേബിളാണ്. നോക്കാം. എന്താ? എയറും വാട്ടറും. ഇവിടെ രണ്ട് മീഡിയം തന്നിട്ടുണ്ട്, എയർ ആണ് അതുപോലെ വാട്ടർ ആണ്.
അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം ഇൻസിഡൻറ്റ് റേ ഫിഗർ 1.7 നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഇതാണ് ഫിഗർ 1.7a. ഇനി ഇതിൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ ഇൻസിഡൻറ്റ് റേ ഒന്ന് പറഞ്ഞേ. ഏതാണ് ഇൻസിഡൻറ്റ് റേ? നമ്മളെ ഏത് റേ ആണോ നമ്മളെ സർഫസിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അതല്ലേ ഇൻസിഡൻറ്റ് റേ. ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേ ഏതാണ്? AB ആണ്. ഇനി റിഫ്രാക്റ്റഡ് റേ എന്താ? റിഫ്രാക്ഷൻ സംഭവിക്കുന്ന റേ. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച റേ ഏതാണ് റിഫ്രാക്ഷൻ സംഭവിച്ച റേ? BC. അപ്പോൾ BC ആണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാ വന്ന് സ്ട്രൈക്ക് ചെയ്തതും റേയും അതുപോലെ നമ്മൾ നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്, പക്ഷെ നമ്മളത് എഴുതണ്ട. ABN ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ റിഫ്രാക്റ്റഡ് റേയും നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമലിൻ്റെയും റിഫ്രാക്റ്റഡ് റേൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് CBN ഡാഷ്. ഓക്കെ. ഇനി അടുത്തത് വേ ടു ഫൈൻഡ് ദ ആംഗിൾ. ഓക്കെ മാം, ഇസ് ദർ എ വേ ടു ഫൈൻഡ് ദ ആംഗിൾ? ആംഗിൾ കണ്ടെത്താം, നമുക്ക് കണ്ടെത്താം. Where will a medium of very high density refract light? High density കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്നാണോ? ക്യൂരിയോ ക്ലിക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്നാണോ? കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എന്താണ്? തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എവേ ഫ്രം ദ നോർമൽ ആണ്. നോർമലിൽ നിന്ന് എവേ ആയിട്ടാണ് പോവുക. ഓൾറൈറ്റ്. ഇനി അടുത്ത ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഈ ഫസ്റ്റ് കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നോക്ക്. ഏതാണ് കൂടുതൽ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണോ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും? ലെസ് ദാൻ ആണ് അല്ലേ? ലെസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഉണ്ട്, ഇത് 30നേക്കാളും കുറവാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മളോട് ചോദിച്ചാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ കേസാണ്. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻസിനേക്കാളും കുറവാണ്. ഇനി സെക്കൻഡ് കേസ് നോക്കൂ. എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോവാണ്. വാട്ടറിൽ നിന്ന് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ വന്നത്. ഇവിടെ ലൈറ്റ് റേ പോകുന്നത് എന്താ? ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എയറോ ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോവാം. അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാണ്. ഇനി ഇവിടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ എന്താണ്? PQ അല്ലേ? ഒന്ന് പറഞ്ഞേ. ഇൻസിഡൻറ്റ് റേ PQ. യെസ്. ഇനി റിഫ്രാക്റ്റഡ് റേ എന്താണ്? QR അല്ലേ? റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ QR ആണ്. ഇനി നമ്മളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? PQN. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ എന്താ? ഇൻസിഡൻറ്റ് റേൻ്റെയും നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. അപ്പം ഇതാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദാറ്റ് ഈസ് PQN അല്ല. ഇവിടെ ഒരു N ഡാഷ് ഉണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് N അല്ല, N ഡാഷ് ആണ് കേട്ടോ. അപ്പോൾ PQN ഡാഷ് ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താ? ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേൻ്റെയും നോർമലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഇതാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ അല്ലേ? അപ്പോൾ അതെന്താ? RQN. ആംഗിൾ ബിറ്റ്വീൻ RQN ആണ് എന്ത്? റിഫ്രാക്റ്റഡ് ആംഗിൾ. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻസിനേക്കാളും കൂടുതലാണോ കുറവാണോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് ഐനേക്കാളും കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്താ? ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ആണ്. ഈ ടേബിൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയിക്കൂടെ? പോവാം, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓക്കെ, ഇനി which are the figures in which the ray of light enters obliquely from an optically denser medium to a rarer medium? ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഇത് നിങ്ങൾ SCRTയിലെ ഫിഗേഴ്സ് ആണ്. നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? which are the figures in which the ray of light enters obliquely from an optically denser medium to rarer medium? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുന്നത് ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിൽ പോകുന്നത് ഏതൊക്കെയാ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഏതാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുന്നത്? ഫസ്റ്റ് കേസിൽ നോക്ക്, വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുന്നു. എയറോ നോക്ക്, എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് അല്ലേ? ഇത് എയർ എന്ന് പറയുന്നത് റെയറർ ആണ്, വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ ആണ്. ഇനി സെക്കൻഡ് കേസിൽ വാട്ടർ ടു ഗ്ലാസ് ടു വാട്ടർ. ഇവിടെ ഡെൻസിറ്റി ഗ്ലാസ് എന്ന് പറയുന്നത് എന്താ? ഡെൻസർ ആണ്. ഡെൻസർ ടു റെയറർ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ഡെൻസർ ടു റെയറർ തന്നെയാണ്. അപ്പോൾ എന്താ? ബി കറക്റ്റ് ആൻസർ അല്ലേ? യെസ്. നെക്സ്റ്റ് സിയുടെ കേസിൽ നോക്കാം. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണ്. അപ്പം നമ്മൾ അത് നോക്കണ്ട, അടുത്തത് നോക്കാം.
അടുത്ത എന്താ ഗ്ലാസ് നിന്ന് എയറിലേക്കാണ്, ഇതും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറിലേക്കാണ് പോകുന്നത് അല്ലേ, ഡെൻസർ ടു റെയറർ. അപ്പം നമുക്ക് ഓപ്ഷൻ ഡിയും കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്ത എയർ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുന്നത്, അതെന്താ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് വരുന്നത് അല്ലേ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്, അപ്പോൾ അത് വരില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഫിഗർ 1.8 ബിയും 1.8 ഡി ആണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ്, ഇൻ ദിസ് കേസ് ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്, ടുവേർഡ്സ് ദ നോർമൽ ഓർ എവേ ഫ്രം ദ നോർമൽ. ഇൻ ദിസ് കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് കേസാണ്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുന്ന കേസാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഫിഗർ എടുക്കാം, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോവാം. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ, എവേ ഫ്രം ദ നോർമൽ ആണല്ലേ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, എവേ ഫ്രം ദി നോർമൽ. ഓക്കെ, എവേ ഫ്രം ദി നോർമൽ. നെക്സ്റ്റ്, ചൂസ് എ ഫിഗർ ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിലേക്ക് അടുത്ത് വരുന്ന ഫിഗർ ഏതാണ്? ഫസ്റ്റ് കേസിൽ നോർമലിലേക്ക് അടുത്ത് വരുന്നുണ്ടോ? ഓഫ് കോഴ്സ്, ഇത് ഫസ്റ്റ് കേസിൽ എന്താ നോർമലിലേക്ക് അടുത്ത് വരുന്നുണ്ട്, അപ്പോൾ എ കറക്റ്റ് ആണ്. സെക്കൻഡ് കേസിൽ വരുന്നുണ്ടോ? ഇല്ല. തേർഡ് കേസിൽ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏതാ വരുന്നത്? ഓക്കെ, സോ നമ്മൾ കറക്റ്റ് നമ്മുടെ ലാസ്റ്റ് ഫിഗർ 1.8 എഫിൻ്റെ കേസിലേക്ക് നോക്കൂ. ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും, ഇൻസിഡൻറ്റ് ആംഗിളിലേക്ക് കൂടുതൽ നോർമലിലേക്ക് അടുത്ത് വരുന്നില്ലേ, അപ്പം എയും എഫും ആണ് കറക്റ്റ് ആൻസർ. ഓൾറൈറ്റ്, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ ആസ് ഇറ്റ് പാസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ക്വസ്റ്റ്യനോടെ നമ്മളിവിടെ നിർത്താം, അവസാനിപ്പിക്കാം. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഏത് കേസിലാണ്, ഏത് കേസിലായിരിക്കും? ഒപ്റ്റിക്കലി റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ഡെൻസർ ടു റെയറർ ഏതായിരിക്കും? ഒന്ന് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളൊന്നിത് സ്വന്തമായിട്ട് ചെയ്ത് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ദർ ഈസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗർ 1.8 cn. നമ്മൾ ഫിഗർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പുള്ള ഫിഗറാണ്. ഈ രണ്ട് ഫിഗറിലും ഈ രണ്ട് ഫിഗറിലും എന്തില്ല, റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ നോർമലി അല്ലെ പെർപെൻഡിക്കുലറി വരുമ്പോൾ എന്താ സംഭവിക്കുക, ബെൻഡിങ് ഓഫ് ലൈറ്റ് സംഭവിക്കുമോ? ഇല്ല, അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല അല്ലേ. ഓക്കെ, സോ അതിന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.